ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാമിലി മിസ്റ്റർ ആൻഡ് മിസ്സിസ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ വിഷു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വിഷു പ്രമാണിച്ചിട്ട് ഞാനൊരു കുഞ്ഞു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇതാ കണ്ടോ, ഈ നിൽക്കണത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പടക്കം പൊട്ടിക്കണ സൗണ്ട് കേട്ടിട്ട് പേടിച്ചിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ വെളിയിൽ പോണ ആളാണ്, വാതിൽ തുറന്നു കഴിഞ്ഞാൽ വെളിയിൽ പോണ ആൾക്കാരാണ്. ഇതൊന്ന് ഒരാൾ ഇതാ കണ്ടോ, രണ്ടാൾക്കാരും പേടിച്ചിട്ട് ഒരാൾ അടിയിലും വന്ന് കിടക്കുന്നുണ്ട്, ഒരാൾ ഇതാ അവിടെ നിൽക്കുന്നുണ്ട്. ഇത്ര നേരം എൻ്റെ ബാക്കിലേ നടപ്പായിരുന്നു. ഞാൻ എവിടെ പോണ്, ഞാൻ എണീറ്റപ്പോൾ തൊട്ട് എൻ്റെ ബാക്കിൽ നടക്കുകയായിരുന്നു. എണീക്കണ സമയത്ത് ഇറക്കും ഇവിടെ കട്ടിലിൻ്റെ അവിടെ വന്ന് നിൽക്കുകയായിരുന്നു ചെയ്തത്. രണ്ടുപേരും പേടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഒരു കുഞ്ഞ് വ്ളോഗായിരിക്കും. ഒരുപാട് ലോങ് ആയിട്ട് എന്തായാലും കൊണ്ടുപോകുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ഷോർട്സ് എടുക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റില്ല എന്നൊന്നും അറിയില്ല. അപ്പോൾ എണീറ്റു, മുഖമൊക്കെ കഴുകി, ഏട്ടൻ എണീറ്റു, കണി കണ്ടു. അമ്മ ആദ്യം എണീറ്റ് കണി കണ്ടു, ഏട്ടനെ എണീപ്പിച്ച് കണി കാണിച്ചു, ഏട്ടൻ എന്നെ എണീപ്പിച്ച് കണി കാണിച്ചു. അങ്ങനെ കണി കാണലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കണി നമുക്ക് എന്തായാലും കണ്ടാലോ. അങ്ങനെ കണിയെല്ലാം ഒരുക്കിയതിന് ശേഷം, കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെളിയിൽ വന്നിരിക്കണം കേട്ടോ, ബാക്കിൽ വന്നിരിക്കണം. അപ്പോൾ ഇതാ നമ്മുടെ വലിയ ആൾ ഇങ്ങനെ വന്ന് ഉഴിഞ്ഞിടാൻ വേണ്ടിയിട്ട്, അവനിങ്ങനെ ഉഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. ഇങ്ങനെ കുറേ എത്ര നേരം വേണമെങ്കിലും അവൻ ഇങ്ങനെ നിന്നോളും കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അമ്മ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ബാക്കിലാണ് എപ്പോഴും ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാറ്. അങ്ങനെ ചായയെല്ലാം കുടിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉള്ളിൽ പോയി നോക്കിയപ്പോൾ ഇതാ നമ്മുടെ ആൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ ചായ കുടിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ പോയി ഒരു കൂളി വാസാക്കണം, ഫുഡ് കഴിക്കണം, അമ്പലത്തിൽ പോകണം, അങ്ങനത്തെ കുറച്ച് പരിപാടി. ഇനി പിന്നെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോ എടുക്കൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെ. അങ്ങനെ അപ്പോൾ ഞാൻ സെറ്റ് മുണ്ട് ഉടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്, നോക്കട്ടെ. പിന്നെ കൈനീട്ടം വാങ്ങണം, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ അച്ഛൻ, അമ്മ, ചേച്ചി, ഏട്ടൻ എല്ലാവരും വരുന്നുണ്ട്. ഏട്ടൻ ഇപ്പോൾ വന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അവരുടെ വിഷു പ്രമാണിച്ച് പിന്നെ അവരുടെ വേല പിന്നെ ഏപ്രിൽ 21 ഇവരുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. അന്നേ ദിവസം തന്നെ അച്ഛനും നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതൊക്കെ പ്രമാണിച്ച് ഏട്ടൻ വന്നിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ അവരെന്തായാലും ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും അവർ വന്നതിന് ശേഷം ബാക്കി കാണിക്കാം. അപ്പോൾ ഇതാ കുളിയെല്ലാം കഴിഞ്ഞ് വന്നു, കുളിയെല്ലാം പാസ്സാക്കി. ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മമ്മേജിയുടെ നിന്ന് കൈനീട്ടം വാങ്ങണം, അമ്പലത്തിൽ പോകണം, അങ്ങനത്തെ ചില കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും കൈനീട്ടമൊക്കെ നമുക്ക് വാങ്ങാം. അപ്പോൾ ഇതാ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ഷോർട്സ് ഒന്നും ശരിക്കും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരമായി. അപ്പോൾ അടുത്ത് വിടുന്ന് കുറച്ച് പലഹാരമൊക്കെ കിട്ടിയപ്പോൾ അതൊന്നൊരു ഉണ്ണിയപ്പൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു മഴപ്പാറ്റിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും ഏട്ടനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്ത് നമുക്കിങ്ങനെ ഇരിക്കാം. കണ്ടോ, ഒരാൾ പേടിച്ച് നിൽക്കണ്ട, അവിടെ പുറത്ത് പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് വെളിയിൽ ഇറങ്ങാൻ പറ്റാണ്ട് ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ശരി ഗൈസ്, അത് വരട്ടെ, വന്നിട്ട് കാണിക്കാം. വെൽക്കം വെൽക്കം. അവനെ ഉമ്മയൊക്കെ വെച്ചിട്ട് പോവുക, അതാണ്. അങ്ങനെ ഇതാ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഓരോ വിശേഷങ്ങളും പറഞ്ഞ് ഇങ്ങനെ കയറി വരികയാണ് കേട്ടോ അവരെല്ലാം. കണ്ടക്ടറിനെ പോലെ സൈഡൊക്കെ തൂക്കിട്ട് അങ്ങനെ എല്ലാവരും ഉള്ളിലേക്ക് വന്നു. എല്ലാവരും ഇരുന്ന് നാരങ്ങ വെള്ളം എല്ലാം കുടിച്ച് അങ്ങനെ സോറിയും പറഞ്ഞിങ്ങനെ
ഇരിക്കുകയാണ് കേട്ടോ. അവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളും എല്ലാം ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം പിന്നെ ഇതാ നമ്മുടെ മെയിനായിട്ട് ഉള്ള സംഭവം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. വേറൊന്നുമില്ല, കൈനീട്ടം കൊടുക്കൽ. അങ്ങനെ കൈനീട്ടെല്ലാം തന്നു. അവർ അവിടുന്ന് ഏട്ടനും ചേച്ചിക്കൊക്കെ കൊടുത്തു കേട്ടോ. ഇവിടെ വന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തരികയാണ്. അങ്ങനെ എല്ലാവരുടെ വക കൈനീട്ടം എല്ലാം കിട്ടി. കൈനീട്ടമൊക്കെ കിട്ടി ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദാ നമ്മൾ കൈനീട്ടം കൊടുക്കലും വാങ്ങലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ അടിക്കാൻ ഉള്ള പരിപാടിയിൽ നിൽക്കുകയാണ്. ഫുഡെല്ലാം സെറ്റാക്കി വെച്ചു. അങ്ങനെ എല്ലാവരും വെളിയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഉള്ളിലേക്കാക്കി ഫുഡ് കഴിക്കാൻ വരാൻ പറഞ്ഞു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ദാ വീണ്ടും സൊറ പറച്ചിൽ സ്റ്റാർട്ട് ചെയ്തു. അച്ഛങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ അച്ഛൻ്റെ വക പാട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇടയിൽ കുറേ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇടയിൽ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇടയിൽ എന്താ പറയുക, സൗണ്ട് കുറച്ച് കമ്മിയൊക്കെ ആയതുകൊണ്ട് ഞാനതിങ്ങനെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ആഡ് ചെയ്തിട്ടുണ്ടാവും. ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചതായിരുന്നു, പക്ഷേ ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇട്ടില്ല. അപ്പോൾ അങ്ങനെ വീണ്ടും പാട്ട്, അങ്ങനെ വീണ്ടും സൊറ പറച്ചിൽ, അങ്ങനെ രണ്ടും മാറി 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 പറഞ്ഞ് അങ്ങനെ ടൈം പോയത് അറിഞ്ഞില്ല കേട്ടോ. പിന്നെ അതിനുശേഷം പിന്നെ 10 ടൈമായി, നല്ല രീതിക്ക് ടൈമായി, അവർക്ക് പോകാൻ ടൈമായതുകൊണ്ട് അവരിതാ എണീറ്റ് ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞങ്ങനെ പോയി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു, ബൈ ബൈ.